മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഏരിയയാണ് ഇന്ന് ബിസിനസ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, ഇതെങ്ങനെ ഇഫക്റ്റീവ് ആക്കിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ബിസിനസ് മാനേജ്മെൻറ്റ് വീഡിയോസിൻ്റെയും മറ്റുള്ളതിൻ്റെയും എല്ലാ ലിങ്കുകളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അവയെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ വാല്യുബിൾ കമൻസ് താഴെ നൽകാനും കൂടെ ശ്രമിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നതെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ടേം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ദ ക്രെഡിറ്റ് ഫോർ ഡെവലപ്പിംഗ് MBO ഗോസ് ടു പീറ്റർ എഫ് ഡ്രക്കർ. പലരും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പീറ്റർ എഫ് ഡ്രക്കറെയാണ് MBOൻ്റെ ഡെവലപ്പറായിട്ട് നമ്മൾ കരുതുന്നത്. ദെൻ it can be defined as a system for improving performance both of the individual managers and enterprise as a whole by setting objectives of enterprise, departments and manager level. എൻ്റർപ്രൈസുകളുടെയും ഡിപ്പാർട്ട്മെൻറ്റ്സിലെയും അതിലിരിക്കുന്ന ഓരോരോ മാനേജർ ലെവലുകളുടെയും എല്ലാം തന്നെ ഒബ്ജക്റ്റീവ്സ് നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ട് ആ എൻ്റർപ്രൈസസിൻ്റെ മുഴുവനായിട്ടും അതുപോലെ തന്നെ ഓരോരോ മാനേജേഴ്സിൻ്റെയും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണെന്ത് MBO എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഫോർ ഇംപ്രൂവിങ് പെർഫോമൻസ് മെച്ചപ്പെടുത്തിയെടുക്കാനുള്ളൊരു സംവിധാനമാണ്. ആരുടെയൊക്കെയാണ് മെച്ചപ്പെടുത്തുന്നത്? ബോത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ മാനേജേഴ്സ് ആൻഡ് എൻ്റർപ്രൈസ് ആസ് എ ഹോൾ. ഇൻഡിവിജ്വൽ മാനേജേഴ്സിൻ്റെയും ഓരോരോ മാനേജേഴ്സിൻ്റെയും അതുപോലെ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലും മാനേജേഴ്സിൻ്റെ ഓരോരുത്തരുടെ മെച്ചപ്പെടുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് ആരുടെയും മെച്ചപ്പെടും, ആ സ്ഥാപനത്തിൻ്റെയും മെച്ചപ്പെടും എന്നുള്ളതാണ്. ബൈ സെറ്റിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് എൻ്റർപ്രൈസ്, ആ എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മാനേജർ ലെവലിൻ്റെ ഒക്കെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിലൂടെ മാനേജ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആർ അസോസിയേറ്റ് വിത്ത് മൗൾഡിങ് ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ മൗൾഡ് ചെയ്തെടുക്കുന്നതിൽ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ഒരുപോലെ പങ്കാളികളാവുന്നുണ്ട്, എല്ലാവരും ഒരുപോലെ ബന്ധപ്പെടുന്നുണ്ട്. സോ MBO ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവിങ് ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ബന്ധപ്പെടുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവിങ് ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും കാര്യക്ഷമമായ പങ്കാളിത്തമുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ബൈ ഈച്ച് മെമ്പർ ഓഫ് ദി ഓർഗനൈസേഷൻ, എല്ലാവരുടെയും ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഉണ്ട്, ഓരോരോ മെമ്പേഴ്സിൻ്റെയും ഇൻവോൾവ്മെൻറ്റും അടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് MBO എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് MBO എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഫോക്കസസ് ഓൺ ഗോൾസ് ആൻഡ് ദെയർ അച്ചീവ്മെൻറ്റ്. കുറേ ഗോൾസിൽ, ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾസിലും അതിൻ്റെ അച്ചീവ്മെൻറ്റിലും അത് നേടിയെടുക്കുന്നതിലുമാണ് MBO ഫോക്കസ് ചെയ്യുന്നത്. ആദ്യം ഗോൾ സെറ്റ് ചെയ്യുന്നു, പിന്നെ അത് അച്ചീവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ട് കാര്യക്ഷമമാക്കാൻ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലോങ് ടേം ഒബ്ജക്റ്റീവ്സും ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സും വരുന്നുണ്ട്. ദ ഫിലോസഫി ഓഫ് MBO വിത്ത് ദ ഓർഗനൈസേഷൻ ആസ് ഡൈനാമിക് എൻറ്റിറ്റി. ഈ MBOയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ വ്യൂ ചെയ്യുന്നത് ഒരു ഡൈനാമിക് എൻറ്റിറ്റി ആയിട്ടാണ്. അതായത് സ്റ്റാറ്റിക് അല്ല, എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് ഓർഗനൈസേഷനെ അവർ വ്യൂ ചെയ്യുന്നത്. Then constant attention must be given to refine, modify and improve goals and approaches to achieve them on the basis of experience. നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഗോൾസ് ആണെങ്കിലും അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അപ്രോച്ചസ് ആണെങ്കിലും റിഫൈൻ ചെയ്യുക, അത് മോഡിഫൈ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, അതിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ടൊരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ സെറ്റ് ചെയ്ത് അത് അങ്ങനെ തന്നെ വെച്ചാൽ പോരാ, അതാവശ്യമായ സമയങ്ങളിലെല്ലാം തന്നെ നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് റിഫൈൻ ചെയ്യും, മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇറ്റ് ഗിവ്സ് എംഫസിസ് ഓൺ ഇഫക്റ്റീവ് പെർഫോമൻസ്. അത് ഇഫക്റ്റീവ് പെർഫോമൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ അപ്രോപ്രിയേറ്റ് സിസ്റ്റംസ്, പ്രൊസീജിയേഴ്സ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എക്സെട്ര. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ MBO എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്രോപ്രിയേറ്റുള്ള സിസ്റ്റംസ് ഏതൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ടുള്ള ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, റിസോഴ്സസിൻ്റെ അലോക്കേഷൻ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പീരിയോഡിക് റിവ്യൂ ഓഫ് പെർഫോമൻസ് ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് MBO. MBOൻ്റെ ഏറ്റവും ഒരു എസെൻഷ്യലായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് പീരിയോഡിക് റിവ്യൂ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ പെർഫോമൻസ് എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും.
The technique of MBO establishes a community of interest and a shared sense of vision among all the managers. എല്ലാ മാനേജേഴ്സിൻ്റെയും ഇടയിൽ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഷെയർഡ് സെൻസ് ഓഫ് വിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ് MBO എന്ന് പറയുന്ന ടെക്നിക്ക്. ഇവിടെ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിറ്റി ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹു ഷെയർഡ് എ കോമൺ ഇൻട്രസ്റ്റ് ഓർ പാഷൻ. ഒരു പൊതുവായിട്ടുള്ള പാഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീസ് പീപ്പിൾ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് തോട്ട്സ് അബൌട്ട് ദി ഗിവൺ പാഷൻ. അവിടെ തന്നിരിക്കുന്ന ഒരു പാഷൻ, അവിടെ ഉള്ള കോമൺ ഇൻട്രസ്റ്റ് എന്താണോ അതിൽ എല്ലാവരും അവരുടെ ഐഡിയാസും തോട്ട്സും ആശയങ്ങളും ചിന്തകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള എല്ലാ മാനേജേഴ്സിൻ്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഓരോരോ താല്പര്യങ്ങളുണ്ടാവും. ഇതെല്ലാം മാറ്റിവെച്ച് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വളർച്ച തുടങ്ങിയ രീതിയിലുള്ള ഒരു കോമൺ ഒബ്ജക്റ്റീവിലേക്ക്, ഒരു കോമൺ ഇൻട്രസ്റ്റിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമൺ ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഷെയർഡ് സെൻസ് ഓഫ് വിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ചെയ്യുന്നത്. Then it aims at a radical realignment of relation between superior and subordinate managers. Superior managers-നെയും subordinate managers-ൻ്റെയും ഇടയിലുള്ള ബന്ധത്തിൽ ഒരു റാഡിക്കൽ റീഅലൈൻമെൻറ്റ്, പൂർണ്ണമായിട്ടുള്ള ഒരു റീഅലൈൻമെൻറ്റ് ഈ MBO ലക്ഷ്യമിടുന്നുണ്ട്. Superior managers are required to adopt a supportive, stimulative role in relation to their subordinates. സുപ്പീരിയർ മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സുമായി കീപ്പ് ചെയ്യേണ്ട ബന്ധം എങ്ങനെയായിരിക്കണം? ഒരു സപ്പോർട്ടീവ് റോളിലുള്ളതായിരിക്കണം. അവരെല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതുപോലെ സിമുലേറ്റീവ് റോള്, സബോർഡിനേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അനുകരണീയമായ വിധത്തിലുള്ള ഒരു രീതിയായിരിക്കണം സുപ്പീരിയർ മാനേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. ദെൻ സ്റ്റെപ്സ് ഇൻ MBOക്കകത്ത് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡെവലപ്പിംഗ് ആക്ഷൻ പ്ലാൻസ്, ദെൻ കണ്ടക്ടിങ് പീരിയോഡിക് റിവ്യൂസ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. ഈ 4 സ്റ്റെപ്സാണ് MBOക്കകത്ത് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. MBOയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നമ്മൾ എക്സാമിന് കാണാറുള്ളതാണ്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. First one is setting objectives. The first step in MBO is to determine the main objective of the organization. ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് MBOയിലെ ആദ്യ സ്റ്റെപ്പ്. The objective must be performed carefully because they act as a guideline for all concerned in the organization. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. കാരണം ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉള്ളൊരു ഗൈഡ് ലൈനായിട്ട് ആ ഒബ്ജക്റ്റീവാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരുടെ പ്രവർത്തനങ്ങളും തുടർന്നുള്ള തീരുമാനങ്ങളൊക്കെ വരിക. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ സർവൈവൽ ആൻഡ് എക്സ്പാൻഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർവൈവലും എക്സ്പാൻഷനും ആയിരിക്കും. ആ ഒരു മാർക്കറ്റിൽ, ആ ബിസിനസ് ഫീൽഡിലൊന്ന് പിടിച്ചു നിൽക്കുക, സർവൈവ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യുക, അത് വളർന്ന് വികസിച്ച് വലിയൊരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതായിരിക്കും എപ്പോഴും ഏതൊരു ഓർഗനൈസേഷൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ കോസ്റ്റ് ഫോർ സ്റ്റേയിങ് ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിൽ സ്റ്റേ ചെയ്യുന്നതിൻ്റെ കോസ്റ്റാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മറ്റൊരു രീതിയിൽ പറയാം. അവർ എങ്ങനെ, എത്ര വില കൊടുക്കേണ്ടി വരും അവിടെ നിലനിൽക്കാൻ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കുന്നൊരു പോയിന്റ്. The overall objective of the enterprise are determined by the top management. ഈ overall objective determine ചെയ്യുന്നത് ആരാണ്? ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. To achieve these major objectives, derivative objectives are set up. ഈ മെയിൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം മതിയാവില്ല നമുക്കത് അച്ചീവ് ചെയ്യണമെങ്കിൽ. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള, അതിനെ ബേസ് ചെയ്ത് കൊണ്ടുള്ള വേറെയും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ടു അച്ചീവ് ദീസ് മേജർ ഒബ്ജക്റ്റീവ്സ്, ഈ മേജർ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ അനുബന്ധമായിട്ടുള്ള, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ആർ സെറ്റപ്പ്. അത് സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്ഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന സെക്ഷനുകളിൽ, അതത് സെക്ഷനിൽ വരുന്ന ഇൻഡിവിജ്വൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സും ഇതിനകത്ത് വരും. ഓൾ ദീസ് ഒബ്ജക്റ്റീവ്സ് ഷുഡ് എയിം അറ്റ് അച്ചീവിങ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. ഈ പറയുന്ന ഡെറിവേറ്റീവ് ഒബ്ജക്റ്റീവുകൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിലും സെക്ഷനിലും ഇൻഡിവിജ്വൽസിൻ്റെ ബേസിൽ ചെയ്തൊക്കെ വരുന്ന ചെറിയ ചെറിയ ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ മെയിനായിട്ട് എയിം ചെയ്യേണ്ടത് തന്നെയായിരിക്കണം? ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവിൻ്റെ അച്ചീവ്മെൻറ്റ് തന്നെ ആയിരിക്കണം.
According to Peter F. Drucker, objectives are important in every area where performance and results directly affect the survival and prosperity of the business. ഒരു ബിസിനസ്സിൻ്റെ സർവൈവലിനെ, അതിൻ്റെ പ്രോസ്പിരിറ്റിയെ ഒരു പെർഫോമൻസും റിസൾട്ടും നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണോ അവിടെയെല്ലാം തന്നെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പീറ്റർ എഫ് ഡ്രക്കർ പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ ഇമ്പോർട്ടൻ്റ് ഇൻ എവറി ഏരിയ, എല്ലാ മേഖലകളിലും ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വെർ പെർഫോമൻസ് ആൻഡ് റിസൾട്ട്സ് ഡയറക്ട്ലി അഫക്ട്സ് ദ സർവൈവൽ ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ബിസിനസ്. പെർഫോമൻസും റിസൾട്ട്സും ഒരു ബിസിനസ്സിൻ്റെ സർവൈവലിനെയും പ്രോസ്പെരിറ്റിയും നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഒബ്ജക്റ്റീവ്സ് ആവശ്യമാണെന്നാണ് പീറ്റർ ഓഫ് ഡ്രക്കർ പറയുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ആക്ഷൻ പ്ലാൻ. നമ്മൾ ജസ്റ്റ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതിനുശേഷം അത് എങ്ങനെ നടപ്പിൽ വരുത്തണമെന്ന് കൂടെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ആഫ്റ്റർ ഡിസൈഡിങ് ഒബ്ജക്റ്റീവ്സ് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻ പ്ലാൻ. അതിനെ നമ്മൾ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് മാറ്റണം ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് ചെയ്തതിന് ശേഷം. ദിസ് മേ റിക്വയർ അലോക്കേഷൻ ഓഫ് സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡിവിഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഇതിനെന്താവശ്യമായി വരും? അത് ആക്ഷൻ പ്ലാനിലേക്ക് മാറ്റണമെങ്കിൽ ചില നിർദ്ദിഷ്ട റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, ഡിവിഷനുകളിലേക്ക്, ഇൻഡിവിജ്വൽസിലൊക്കെ തന്നെ നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവരിലേക്ക് അത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ അത് ആക്ഷൻ ആക്കിയിട്ട് മാറ്റിയെടുക്കാനും മറ്റും പറ്റുള്ളൂ. പീരിയോഡിക് റിവ്യൂ. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. A control system is to be established to keep the activities and efforts on a prescribed and planned phase. നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ആ ഒരു ഫേസിൽ നമ്മുടെ എഫേർട്സ്, ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന്, ആ ഒരു രീതിയിൽ അതിനെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. A control system is to be established to keep the activities and efforts on a prescribed and planned phase. Periodic meeting between superior and subordinate should be convened to discuss and assess the progress and multiply. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പറഞ്ഞ ആ ലൈനിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്, അങ്ങനെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പീരിയോഡിക് മീറ്റിംഗ് ബിറ്റ്വീൻ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ് ഷുഡ് ബി കൺവീൻഡ്. നിശ്ചിത ഇടവേളകളിൽ ഒരു പീരിയോഡിക്കായിട്ട് സുപ്പീരിയേഴ്സിൻ്റെയും സബോർഡിനേറ്റ്സിൻ്റെയും ഇടയിൽ മീറ്റിങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കണം, കൺവീൻ ചെയ്യണം. ടു ഡിസ്കസ് ആൻഡ് അസസ് ദ പ്രോഗ്രസ് ആൻഡ് മൾട്ടിപ്ലിസ്. ആ പീരീഡ് വരേക്കുള്ള പ്രോഗ്രസ്സും മൾട്ടിപ്ലിസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതിന്, അസസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണം. The top level management is able to know the views and difficulties faced by each person in achieving these objectives. ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ ഓരോ വ്യക്തിയും ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ വ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് ഈ ഒരു മീറ്റിങ്ങിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, ഇത് ഡൈനാമിക്കാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റ് അറ്റൻഷൻ എന്തെങ്കിലായിരിക്കണം, ഈ പറയുന്ന ഗോൾസും അതിൻ്റെ അപ്രോച്ചസൊക്കെ തന്നെ മോഡിഫൈ ചെയ്യുന്നതിലും റിഫൈൻ ചെയ്യുന്നതിലായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതത് പീരിയോഡിക് റിവ്യൂവിലൂടെ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിലെ മിസ്റ്റേക്സ് എല്ലാം തന്നെ മനസ്സിലാക്കാം, അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചിലതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനും അത് ഇഫക്റ്റീവാക്കി മാറ്റിയെടുക്കുന്നതിനൊക്കെ ഈ പീരിയോഡിക് റിവ്യൂ സഹായിക്കും. ഇഫ് എനി ചേഞ്ചസ് ആർ റിക്വയർഡ് ദാറ്റ് ക്യാൻ ബി ഡൺ. മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തിയിട്ടുണ്ടാവണം. ദെൻ പെർഫോമൻസ് അപ്രൈസൽ. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ MBO. 4 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പാണിത്. ദ പെർഫോമൻസ് ഷുഡ് ബി ഇവാലുവേറ്റഡ് പീരിയോഡിക്കലി. സമയാസമയങ്ങളിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം, അസസ് ചെയ്തിരിക്കണം. ദ സുപ്പീരിയർ ഷുഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഹിസ് സബോർഡിനേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഡീവിയേഷൻസ്. ഓരോ സുപ്പീരിയേഴ്സും അവരുടെ സബോർഡിനേറ്റിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കണ്ടെത്തുകയും വേണം. കാരണം ഒബ്ജക്റ്റീവ് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അച്ചീവ്മെൻറ്റും ഒബ്ജക്റ്റീവ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് കണ്ടെത്താം. അപ്പോൾ കറക്റ്റീവ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ഇഫ് കറക്ഷൻ ഈസ് നീഡഡ്. അപ്പോൾ കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സ്, അത് കറക്റ്റ് ചെയ്യുന്ന ആവശ്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തിട്ടുണ്ടായിരിക്കണം സുപ്പീരിയേഴ്സ്. ദ പേഴ്സൺ ഹൂസ് പെർഫോമൻസ് ഈസ് ബിലോ ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആർ പീനലൈസ്ഡ് and those whose performance is outstanding are rewarded. അപ്പം ആരുടെ പെർഫോമൻസ് ആണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസിലും താഴെ കിടക്കുന്നതെങ്കിൽ അവർക്ക് ശിക്ഷയും വേണം. ആൻഡ് ദോസ് ഹൂസ് പെർഫോമൻസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നന്നായിട്ട് ചെയ്തത് ആരാണോ അവർക്ക് റിവാർഡ് കൊടുക്കുകയും വേണം, ആർ റിവാർഡ്.
അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ആ ഒരു എംപ്ലോയീൻ്റെ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് കിട്ടും. ആ ഒരു പീരീഡ് എൻഡ് ആകുമ്പം ആ അച്ചീവ്മെൻറ്റും ഈ ഒബ്ജക്റ്റീവും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് ആയിരിക്കും അവിടെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നത്. നമുക്ക് മെഷർ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡായിട്ട് നിലനിർത്തുന്നത്. അപ്പോൾ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. വ്യത്യാസം ഉണ്ടെങ്കിൽ, ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ മോശം പെർഫോമൻസ് ആണെന്ന് നമുക്ക് വിലയിരുത്താം. അല്ല ഏകദേശം അതിൻ്റെ അടുത്ത് എത്തുക, അല്ലെങ്കിൽ അതിൽ അപ്രോച്ച് ചെയ്തവരുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് MBOൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഹാസ് എ നമ്പർ ഓഫ് ബെനിഫിറ്റ്സ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സബോർഡിനേറ്റ്സ് കോപ്പറേറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെറ്റിംഗ് ഗോൾസ്. ഇതിനകത്ത് ഗോൾസ് സെറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രമല്ല, ആ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനകത്ത് സബോർഡിനേറ്റ്സിൻ്റെയും കോപ്പറേഷനും അവരുടെ പാർട്ടിസിപ്പേഷനും അവരുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ദെയർ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഈസ് എൻഷോർ ടു സെറ്റപ്പ് ഗോൾസ്. അവരുടെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്, പങ്കാളിത്തം നമുക്കിവിടെ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനകത്ത് എൻഷുർ ചെയ്യാം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. It provides the subordinates an opportunity which will encourage them to improve their performance. സബോർഡിനേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസരമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും കൃത്യമായിട്ടൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ് അനുസരിച്ച് നമുക്ക് അതുവരേക്കെങ്കിലും എത്തണം എന്നുള്ള രീതിയിലൊരു പ്രവർത്തനം ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഓരോരുത്തരുടെയും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം അങ്ങനെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത് സബോർഡിനേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബൈ സെറ്റിംഗ് എ ക്ലിയർ കട്ട് ആൻഡ് വേരിയബിൾ ഒബ്ജക്റ്റീവ്സ്, verifiable objectives, the individual is given a chance of controlling his own performance. ക്ലിയർ കട്ടായിട്ടുള്ള വെരിഫയബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിലൂടെ ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. കാരണം എവിടേക്കാണ് പോകേണ്ടത്, ഏതുവരെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും പെർഫോമൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഇത് ഓർഗനൈസേഷനിൽ ഓരോ ഇൻഡിവിജ്വലിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ സെറ്റിംഗ് ഗോൾസ്. എല്ലാ ലെവലിലുള്ള മാനേജേഴ്സും ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. സോ ദേ ആർ കമ്മിറ്റഡ് ടു ദി ഒബ്ജക്റ്റീവ്സ് ഫിക്സഡ്. അതുകൊണ്ട് തന്നെ ഫിക്സ് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റീവ് എന്നോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരിക്കും. അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ജാഗ്രത അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. Integration of objectives of different level with the overall objectives is possible. വിവിധ ലെവലുകളിൽ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, സെക്ഷനുകളിൽ ഇൻഡിവിജ്വലായിട്ടൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ ഓവറോൾ ഒബ്ജക്റ്റീവ്സുമായിട്ട്, മെയിൻ ഒബ്ജക്റ്റീവ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സംയോജിപ്പിക്കുക എന്നുള്ളത് MBOക്കകത്ത് സാധ്യമാണ്. ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ ഈസ് കോൺസ്റ്റൻറ്റ് വിത്ത് ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ഓരോ ഇൻഡിവിജ്വലും ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്, കോൺസ്റ്റൻ്റായി നിൽക്കേണ്ടതുണ്ട്. എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഓരോ ഇൻഡിവിജ്വലും മെയിൻ എയിം എന്ത് തന്നെയായിരിക്കണം, ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം. അപ്പം ഓരോരുത്തരുടെ വർക്കും ആ മെയിൻ ഒബ്ജക്റ്റീവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഡെഫിനിറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. കൃത്യമായിട്ടുള്ളൊരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് MBO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിനുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ട് അത് പ്രവർത്തിക്കും. ആ ഒരു നേരത്തെ തീരുമാനിച്ച ഒബ്ജക്റ്റീവ് അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതിയാവും. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ഡെഫിനിറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ദ മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ സെറ്റിംഗ് ഗോൾസ്. ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ എല്ലാ ലെവലിലുള്ള മാനേജേഴ്സും പങ്കെടുക്കുന്നുണ്ട്. സോ ദേ ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഇൻ ദ എൻ്റയർ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ അവർക്ക് മുഴുവൻ ഓർഗനൈസേഷനിലുള്ള റോൾ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവനവൻ്റെ റോൾ എന്താണെന്നുള്ളതും മൊത്തത്തിൽ ഓർഗനൈസേഷനിൽ ഓരോരുത്തരുടെ റോൾ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു ഗുണം. പിന്നെ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ പെർഫോമൻസ് ഈസ് പോസിബിൾ വിത്ത് ഹെൽപ്പ് ഓഫ് MBO. MBOൻ്റെ സഹായത്തോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേഷൻ ഇവിടെ സാധ്യമാണ്. എന്തുകൊണ്ടായിരിക്കും അത് സാധ്യമാവുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് വാട്ട് ഈസ് ടു ബി അച്ചീവ്ഡ്. എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് ദ ക്രൈറ്റീരിയ ടു ജഡ്ജ് ദ പെർഫോമൻസ്. അങ്ങനെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഒബ്ജക്റ്റീവിനെ തന്നെ നമുക്കൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാം. എന്തിനു വേണ്ടിയിട്ട്? പെർഫോമൻസ് ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാം. അപ്പം നേരത്തെ ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ എന്തെല്ലാം അച്ചീവ് ചെയ്യണം, എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം, എത്രത്തോളം സെയിൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 6 മാസം കഴിയുമ്പോൾ നമ്മുടെ പെർഫോമൻസ് എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതും
ഈ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കതിൽ വേരിയേഷൻ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഇവിടെ സാധ്യമാകുന്നു MBOൻ്റെ സഹായത്തോട് കൂടിയിട്ടെന്നാണ് പറയുന്നത്. Then periodic review of performance is done according to the change in environment. എൻവയോൺമെൻറ്റിലെ മാറ്റത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഓരോ പീരിയോഡിക് റിവ്യൂ ഓഫ് പെർഫോമൻസ്, അതത് പീരിയഡുകളായിട്ട് പെർഫോമൻസ് റിവ്യൂ ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഹെൽപ്സ് ടു കോപ്പ് അപ്പ് വിത്ത് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന് എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച് ഒത്തുപോകാൻ, പൊരുത്തപ്പെട്ടു പോകാൻ, കോപ്പപ്പ് ചെയ്ത് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു MBOയുടെ ഒരു ഫീച്ചറായിട്ട് MBO ഒരു ഓർഗനൈസേഷനെ ഒരു ഡൈനാമിക് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഗോൾസും അത് അച്ചീവ് ചെയ്യുന്ന ടൂൾസ് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്, റിഫൈൻ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ആ ഒരു രീതിയിൽ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരിക, എൻവയോൺമെൻറ്റിലുണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ഓർഗനൈസേഷന് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒബ്ജക്റ്റീവ്സ് എപ്പോഴും മാറ്റിക്കൊണ്ട് തന്നെ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ MBO നമ്മെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ഓർഗനൈസേഷണൽ കൺട്രോൾ. കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷണൽ കൺട്രോൾ എന്നുള്ള നല്ലൊരു ടൂളും കൂടിയാണത്. ആ പരിധി വിട്ടു പോവാതെ എല്ലാ പ്രവർത്തനങ്ങളെയും പിടിച്ചു നിർത്താൻ സാധിക്കും. ക്ലാസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് റെഡ്യൂസ് ആംബിഗിറ്റി ആൻഡ് എംപ്ലോയർ ആങ്സൈറ്റി. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ്സ് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആംബിഗിറ്റി ഒഴിവായി കിട്ടും. അതായത് കാര്യങ്ങൾ ക്ലിയർ അല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ആരെന്ത് ചെയ്യണം, ഇനിയിപ്പോൾ എവിടെ നെക്സ്റ്റ് എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ല. കൃത്യമായിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എംപ്ലോയറുടെ ആങ്സൈറ്റി കുറവായിരിക്കും, അല്ലേ? ടെൻഷനില്ല, നെക്സ്റ്റ് എന്ത്, ഇനി ആരോട് ചോദിക്കണം, അങ്ങനെയുള്ളതൊന്നും അവർക്കില്ല. കൃത്യമായിട്ട് എന്താണ് ഓരോരോ ദിവസം ഓരോരോ പീരീഡിൽ അവർ ചെയ്യേണ്ടതെന്ന് അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ആങ്സൈറ്റി കുറവായിരിക്കും. മോട്ടിവേഷൻ, ഇത് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ലേസ് എംഫസിസ് ഓൺ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒരു ലക്ഷ്യം നേടുക എന്നുള്ളതിനാണ് ഇത് ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പിലൊരു ലക്ഷ്യം ഉള്ളതുകൊണ്ട് തന്നെ അത് എംപ്ലോയീസിനെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ വീക്ക്നെസ് ഓർ ലിമിറ്റേഷൻ ഓഫ് MBO. MBOൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ എംഫസിസ് ഓഫ് MBO ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. MBO പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നിടത്താണ്, അതിലാണത് തുടങ്ങുന്നത് തന്നെ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് വൈൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം, ഒരുപാട് ഇൻഫർമേഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല നല്ല ക്ലിയർ കട്ടായിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സബോർഡിനേറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഇസ് ദ കോർണർ സ്റ്റോൺ ഓഫ് MBO. MBOൻ്റെ ഒരു മൂലക്കല്ല്, കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിൻ്റെ പങ്കാളിത്തമാണ്. ദിസ് മേ നോട്ട് ബി ഫീസിബിൾ ഇൻ ഓൾ ഓർഗനൈസേഷൻ. പക്ഷേ എല്ലാ ഓർഗനൈസേഷനും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. സബോർഡിനേറ്റ് സഹകരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതൊരു അട്ടർ ഫെയിലിയർ ആയിരിക്കും. അപ്പം അവരുടെ പാർട്ടിസിപ്പേഷൻ കിട്ടാത്ത സ്ഥാപനങ്ങളിൽ ഇത് വർക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ദർ ഈസ് എ ഡേഞ്ചർ ഓഫ് റിജിഡിറ്റി ഇൻ MBO ടെക്നിക്. MBO ടെക്നിക്കിൽ റിജിഡിറ്റി ഉണ്ട്, ഒന്നുകൊട്ടും ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയുന്ന ഒരു അപകടം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ദ മാനേജർ ഡസ് നോട്ട് ലൈക്ക് ടു മേക്ക് ചേഞ്ചസ് ഇൻ ഒബ്ജക്റ്റീവ്സ് ഇഫ് ദേ സ്റ്റാർട്ടഡ് വർക്ക് ഓൺ ദി ബേസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നേരത്തെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് മാനേജേഴ്സ് പ്രവർത്തിച്ച് തുടങ്ങിയാൽ പിന്നെ അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടില്ല. അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാതെ അവർ എന്താണോ മുന്നിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ. സാഹചര്യം അനുസരിച്ച് മാറ്റാനുള്ള ശ്രമം മാനേജേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ റിജിഡിറ്റി ഇത് കൊണ്ടുവരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഒരു സ്ട്രൈറ്റ് പാത്തിലൂടെ പോകേണ്ട ഒരു പ്രയാസം കൊണ്ടുവരുന്നുണ്ട് MBO എന്നുള്ളതാണ് MBOൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. MBO ഈസ് ഓൺലി സക്സസ്ഫുൾ ഇഫ് ദ ഒബ്ജക്റ്റീവ്സ് ആർ സെറ്റ് ഇൻ മെഷറബിൾ ആൻഡ് വെരിഫയബിൾ ടേംസ്. ഒബ്ജക്റ്റീവ്സ് മെഷറബിൾ ടേംസിൽ, വെരിഫയബിൾ ടേംസിൽ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് MBO സക്സസ്ഫുൾ ആകുന്നത്. ടു മെഷർ ദ പെർഫോമൻസ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. പെർഫോമൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയായിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ തന്നെ എപ്പോഴും കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഫീസിബിൾ ആവണമെന്നില്ല. അതിൻ്റെ ഒരു പ്രയാസം MBOക്കകത്ത് ഉണ്ടായിരിക്കും. MBO എംഫസൈസ് ഷോർട്ട് ടേം ഗോൾസ്. MBOക്കകത്ത് ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അത് ഊന്നൽ കൊടുക്കുന്നത് ഏതിനാണ്? ഷോർട്ട് ടേം ഗോൾസിനാണ്. ആസ് എ റിസൾട്ട് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആർ നോട്ട് ഗിവൺ മച്ച് അറ്റൻഷൻ. ലോങ് ടേം ഗോൾസിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല, ഷോർട്ട് ടേമിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷനും കൂടെ MBOക്ക് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ചിലവ് കൂടുതലാണ്. ഇതിനു വേണ്ടി ഒരുപാട് സമയം, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ ആളുകൾ കൂടിയിരുന്ന ആലോചന നടത്തുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലവ് കൂടുതലാണ്. MBO ഗീവ്സ് ഡ്യൂ സ്ട്രെസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ഇത് മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. വെരിഫയബിൾ മെഷറബിൾ ടേംസിലേക്ക് കൊണ്ടുപോകണം.
സോ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. സോ മച്ച് അറ്റൻഷൻ ഈസ് നോട്ട് പ്രൊവൈഡഡ് ഓൺ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് പറയാനുള്ളത്. MBO will depend upon the effectiveness of the feedback system. ഈ MBOന്റെ സക്സസ് ആശ്രയിച്ചിരിക്കുന്നത് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ ഇഫക്റ്റീവ്നെസ്സിനനുസരിച്ചാണ്. ഫീഡ്ബാക്ക് സിസ്റ്റം ഇഫക്റ്റീവ് ആകുമ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു റിപ്ലൈ അവിടെ നിന്ന് വരുമ്പോൾ മാത്രമാണ് MBO സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോഴേ നമുക്ക് പെർഫോമൻസ് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യാനും മറ്റൊക്കെ സാധിക്കുള്ളൂ. If information is not conveyed properly at various levels, the effectiveness of MBO will be less. വിവിധ ലെവലുകളിൽ നിന്ന് കൺവേ ചെയ്യുന്ന ഇൻഫർമേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ, ശരിയായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ MBOന്റെ ഇഫക്റ്റീവ്നെസ് വളരെ കുറവായിരിക്കും. സജഷൻ ടു ബിക്കം MBO മോർ ഇഫക്റ്റീവ്. MBOനെ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സജഷൻസ് നമുക്ക് നോക്കാം. സപ്പോർട്ട് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നല്ല സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. ദ സക്സസ് ഓഫ് MBO ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സപ്പോർട്ട് ഓഫ് ടോപ്പ് ലെവൽ മാനേജർ. ദ മാനേജർ ഷുഡ് ബി റെഡി ടു ഷെയർ അതോറിറ്റി വിത്ത് ദയർ സബോർഡിനേറ്റ്സ്. മാനേജേഴ്സ് എപ്പോഴും, ടോപ്പ് ലെവൽ മാനേജേഴ്സ് എപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി മാത്രം ഷെയർ ചെയ്താൽ പോരാ, അതോറിറ്റിയും കൂടെ സബോർഡിനേറ്റ്സിന് ഷെയർ ചെയ്യാൻ തയ്യാറായിരിക്കണം. അറ്റൈനബിൾ ഒബ്ജക്റ്റീവ്സ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ഷുഡ് ബി ക്ലിയർലി ഫോർമുലേറ്റഡ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് തന്നെ ഫോർമുലേറ്റ് ചെയ്യണം. വെറുതെ അംബിഗിറ്റി ഉള്ള രീതിയിൽ ഒരിക്കലും അത് റെഡിയാക്കി വെക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ളതും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കണം. വളരെ ഹൈ ലെവലിലുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി സെറ്റ് വിത്ത് ദ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് ഓഫ് സബോർഡിനേറ്റ്. ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പം കൃത്യമായിട്ട് സബോർഡിനേറ്റ്സിൻ്റെ അഭിപ്രായം അറിയണം. അവരുടെയും കൂടി സഹായത്തോടു കൂടി, അവരുടെ കൂടി സമ്മതത്തോടും സപ്പോർട്ടോടും കൂടി വേണം സെറ്റ് ചെയ്ത് വെക്കാൻ. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോഴേ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു സന്നദ്ധതയ്ക്ക് അവർ കാണിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാവുന്ന രീതിയിൽ വേണം അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാവൂ. പാർട്ട് ഓഫ് ദി ഫിലോസഫി ഓഫ് ദ മാനേജ്മെൻറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് ആൻ അഡീഷണൽ വൺ. ഇതൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു സംഭവമായിട്ട്, വേറൊരു സംവിധാനമായിട്ട് ഇതിനെ കരുതേണ്ട ആവശ്യമില്ല. ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫിലോസഫി. ഇത് മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട്, അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതുള്ളൂ. ആ രീതിയിൽ വേണം ഇത് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ടൊരു ഭാരം കൊണ്ടുവരുന്ന രീതിയിൽ ഒരിക്കലും ഇതിനെ കാണിക്കാൻ പാടില്ല. മോഡിഫിക്കേഷൻ ആൻഡ് റിവ്യൂ ഓഫ് MBO. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി മോഡിഫൈഡ് ആൻഡ് റിവ്യൂഡ് കണ്ടിന്യൂസ്ലി. ഒരിക്കലൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് അത് സ്ഥായിയായി നിലനിർത്താൻ പാടില്ല. എൻവയോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വേണ്ട മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഇടയ്ക്കിടയ്ക്ക് അത് റിവ്യൂ ചെയ്യേണ്ടതാണ്. ഗീവ് ഫോർമൽ ട്രെയിനിങ്. All personnel involved should be given formal training to understand the objectives, methods to achieve the objectives. ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കുന്നതിന്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനുള്ള മെത്തേഡ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാകുന്നതിന്, മെത്തേഡ്സ് ടു റിവ്യൂ ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, ആൻഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടത്തക്ക രീതിയിൽ എല്ലാ പേഴ്സണൽസിനും ഫോർമൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ അവരെ ഏബിളാക്കി എടുത്തതിന് ശേഷം മാത്രമേ MBO ഓർഗനൈസേഷനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് MBO നമുക്കൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് MBO കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ഓർക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.